ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഐഫോണിലൊക്കെ എടുക്കുന്ന ഫോട്ടോ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസ് ആണ്. പിന്നെ ഈ ഒരു പ്രിസെറ്റ് ഇൻഡോർ ഫോട്ടോസിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെറ്റർ ക്വാളിറ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്ത് നോക്കാം. പിന്നെ എല്ലാ വീഡിയോയും പോലെ തന്നെ ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രിസെറ്റ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിങ്ക് താഴെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടുകൊണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ട് കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ നിങ്ങൾ ക്രോം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്രോമിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്രോം ഓപ്പൺ ആക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് എന്നും അതുപോലെ അൺലോക്ക് ലിങ്ക് എന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നിങ്ങൾ യൂട്യൂബിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതെല്ലാം ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ജസ്റ്റ് മിനിമൈസ് ചെയ്തതിനു ശേഷം തിരിച്ച് ആ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ലിങ്ക് അൺലോക്കായി കടന്നിട്ടാണെങ്കിൽ ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ വന്നിട്ട് കാണാൻ കഴിയും. ജസ്റ്റ് ആ ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐഫോൺ പോർട്രേറ്റ് എന്നൊരു ഫയൽ കാണാൻ കഴിയും. ആ ഒരു ഫയൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന കാണാൻ കഴിയും. ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നേരെ ഈ ഒരു പ്രിസെറ്റ് നിങ്ങൾ ഈ ഒരു ഗാലറിയിലേക്ക് സേവ് ആകുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഗാലറി പോയതിനു ശേഷം നിങ്ങൾ നേരെ ലൈറ്റ്റൂമിലേക്ക് ഷെയർ ചെയ്ത് ഈ ഒരു പ്രിസെറ്റ് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എങ്ങനെ ഈ ഒരു പ്രിസെറ്റ് വേറൊരു ഫോട്ടോ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലൈറ്റ്റൂമിലേക്ക് ഷെയർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലൈറ്റ്റൂം ആപ്പ് ഓപ്പൺ ആക്കാം.